ഹലോ ഗായ്സ്, ഞാനൊരു ജിയോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലീസിനാണെങ്കിലും അല്ലെങ്കിൽ ജിയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരായിട്ടും അങ്ങനെ ഒരുപാട് പേര് എന്നോട് എന്താണ് ജിയോളജി അങ്ങനെ ചോദിക്കാറുണ്ട്. എന്താണ് ജിയോളജിയിൽ പഠിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ അവരുടെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് വെറും കല്ലിനെ കുറിച്ച് മാത്രമാണെന്നാണ്. അപ്പോൾ ജിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു റോക്ക് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ പെൻസിലാണ്. പെൻസിലും ജിയോളജിയും തമ്മിൽ എന്താണ് ബന്ധം നമുക്ക് നോക്കാം. പെൻസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ലെഡ്. ഇതിൻ്റെ ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഉള്ള ലെഡ് അല്ല. പിന്നെ എന്താണ് ലെഡ്? ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേയും ഗ്രാഫൈറ്റും ചേർന്നിട്ടുള്ള മിക്സ്ചറാണ്. ഈ ക്ലേയും ഗ്രാഫൈറ്റും നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്നതാണ്, മണ്ണിൽ നിന്ന്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് പേസ്റ്റ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് ടൈനി ട്യൂബിലാക്കി കണ്ടാണ് നമ്മൾ ലെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെഡ് ജിയോളജി ആണെന്ന് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പെൻസിലിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? എറേസർ. എറേസറിൻ്റെ പ്രധാനം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഈ എറേസർ എന്താണ്? നമ്മൾ ഈ ഓയിൽ പെട്രോളിയം എക്സ്പ്ലോറേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നതാണ് സിന്തറ്റിക് റബ്ബർ. ഇതാണ് ഇറേസർ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലുള്ളത് വേറെ കുറേ മിനറൽസും പ്യൂമിസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇറേസറിൽ. പ്യൂമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്യൂമിസ്. അതേപോലെ ഈ ഇറേസറും പെൻസിലും തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്തൊരു മെറ്റലിൻ്റെ ചെറിയൊരു മെറ്റലിൻ്റെ ഒരു റിങ് ഉണ്ടാവലുണ്ടല്ലോ, അത് അലുമിനിയാണ്. അതും എടുക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതും ജിയോളജിയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് പെൻസിലിലെ വുഡാണ്. വുഡ് ജിയോളജി ആണോ? അല്ല. പക്ഷേ വുഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് മരം മുറിച്ചതിന് ശേഷം നമ്മളത് ഫാക്ടറിക്ക് കൊണ്ടുപോകും. എന്നിട്ട് അത് കട്ട് ചെയ്ത് പെൻസിലിന് ഭാഗമാക്കിയിട്ട് അതിൽ ലെഡ് വെച്ച് ഗ്ലൂ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പെൻസിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ടൂൾസും മെഷീനറീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ടൂൾസും മെഷീനറീസൊക്കെ എന്താണ്? മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ അതും ഗ്രൗണ്ടിൽ തന്നെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഫാക്ടറിക്ക് കൊണ്ടുപോകാനാണെങ്കിലും ഫാക്ടറിയിൽ നിന്ന് പെൻസിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടത്താനാണെങ്കിലും ഒരുപാട് ഫ്യൂവൽസ് ആവശ്യമാണ്. ഇപ്പോൾ വാഹനത്തിനൊക്കെ ഫ്യൂവൽ വേണമല്ലോ, മരം മുറിച്ചിട്ട് ഫാക്ടറി കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഗ്രൗണ്ടിൽ നിന്ന്. സോ അതും ജിയോളജിയാണ്. പിന്നെ നമ്മളെ ഈ പെൻസിൽ പല പല കളറായിട്ടാണ് കാണുന്നത്, നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കളേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? അതൊരു മിനറൽ ബേസ്ഡ് പിഗ്മെൻ്റ് ആണ്. അപ്പോൾ അതും ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. സോ അതും ജിയോളജിയാണ്. അങ്ങനെ നമ്മളൊരു പെൻസിലിൻ്റെ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും ഒന്നെങ്കിൽ അത് ജിയോളജി തന്നെയാവും, അല്ലെങ്കിൽ ജിയോളജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവും. അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള നമ്മളെ എന്തൊരു വസ്തു എടുത്തിട്ട് നോക്കിയാലും അതെല്ലാം ജിയോളജി എന്ന് വരുന്നത് തന്നെയാണ്. അപ്പോൾ ജിയോളജി ജസ്റ്റ് ഒരു കല്ല് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ നമ്മൾ ജെം സ്റ്റോൺ, അതായത് ഈ ഓർണമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കല്ലുണ്ടല്ലോ, അത് അല്ലെങ്കിൽ റോഡ്, ടയറ്, ബിൽഡിങ്, അത് നമ്മൾ എന്ത് സാധനം എടുത്തിട്ട് നോക്കിയാലും എല്ലാം ജിയോളജിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തിയററ്റിക്കലി എന്താണ് ജിയോളജി നോക്കാം. ജിയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എർത്ത്. അതായത് ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ജിയോളജി. അതിൽ നമ്മൾ എർത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ബയോളജിയിലൊക്കെ നമ്മൾ ജീവികളെ കുറിച്ചല്ലേ പഠിക്കണം, ജീവശാസ്ത്രത്തിൽ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ജിയോളജിയിൽ നമ്മൾ പഠിക്കണം നമ്മുടെ ഭൂമിനെ കുറിച്ചാണ്. നല്ല കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിൻ്റെ ഒറിജിൻ, അതായത് ആദ്യം എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്, അതിനുശേഷം എങ്ങനെയാണ്, സൂര്യൻ എങ്ങനെയാണ് ഫോം ചെയ്തത്, അതിനുശേഷം ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ജിയോളജിയിലാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഭൂമിയിലുള്ള എന്തൊക്കെ സബ്സ്റ്റൻസസ് ആണ് ഭൂമിയിലുള്ളത്. അതായത് ഇപ്പോൾ മിനറൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുകളുണ്ടല്ലോ, മാലകളിലും ഒക്കെ യൂസ് ചെയ്യണ കല്ല്, മോതിരത്തിലൊക്കെ യൂസ് ചെയ്യണ കല്ലുകൾ, അതൊക്കെ എർത്ത് നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ പെട്രോളിയം ജിയോളജി, അത് ഓയിൽസും ഗ്യാസും അങ്ങനത്തെ എനർജിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നത് എർത്ത് നിന്നാണ്. അതേപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ്, ഇപ്പോൾ കോള്, അങ്ങനത്തെ എനർജി ഉണ്ടാക്കുന്നത് തന്നെ അതൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഗോൾഡ്, അലുമിനിയം, ഇതൊക്കെ കുഴിച്ചെടുക്കുന്നത് എർത്ത് നിന്നാണ്. അപ്പോൾ അതൊക്കെ
എർത്തിലുള്ളതാണ്. അതേപോലെ വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ എവിടെ കിട്ടും? അതായത് ഇപ്പോൾ ഈ കുഴൽക്കിണറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ജിയോളജിസ്റ്റിൻ്റെ സഹായം തേടും. അതൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് എർത്തിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് നടക്കണല്ലേ. ലാൻഡ് സ്ലൈഡ് പറഞ്ഞാൽ അത് ഉരുൾപൊട്ടൽ, അതേപോലെയുള്ള എർത്ത് ക്യൂക്ക്, അതായത് ഭൂമിക്കുലുക്കം, വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, ഇങ്ങനെ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ജിയോളജിയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടാവും, അതേപോലെ ഇത് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തൊക്കെ കൺട്രോളിങ് മെഷേഴ്സ് ഉണ്ടാവും, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതേപോലെ അതിന് വേണ്ടി എന്തൊക്കെ പ്രിവെൻഷൻസ് എടുക്കുക, അതൊക്കെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ നോക്കുന്നത് ജിയോളജിസ്റ്റാണ്. അപ്പോൾ ഭൂമിനെ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് ജിയോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജിയോളജിസ്റ്റിനെ എർത്തിൻ്റെ ഡോക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ജിയോളജിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജെയിംസ് ഹട്ടൺ എന്ന് പറയുന്ന ജിയോളജിസ്റ്റിനെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന ഓരോ പ്രോസസ്സുകളും കാര്യങ്ങളും നോക്കി അത് എങ്ങനെയാണ് ഫോം ചെയ്തത്, അതേപോലെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ്, ആദ്യം അത് എങ്ങനെയായിരുന്നു, പിന്നീട് അതെങ്ങനെ ആയി, ഇനി എന്തൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു ഓർഡറിൽ അതിനെ ഫോർമുലേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ജിയോളജി എന്നറിയപ്പെടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ജിയോളജി എന്താണെന്ന് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ജിയോളജിൻ്റെ സ്കോപ്പും ബ്രാഞ്ചസൊക്കെ അടുത്ത വീഡിയോസായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.